സെക്കൻഡ് നോർമൽ ഫോം. ഇൻ സെക്കൻഡ് നോർമൽ ഫോമിലാണെങ്കിൽ രണ്ട് റൂളുണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടേബിൾ മസ്റ്റ് ബി ഫസ്റ്റ് ഫോം. അതായത് ഒരു ടേബിൾ സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന് പറയണമെങ്കിൽ അത് എന്തായാലും ഫസ്റ്റ് നോർമൽ ഫോമിൽ ആയിരിക്കണം. ഫസ്റ്റ് നോർമൽ ഫോമിലാവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? റൂൾ ദാറ്റ് ഈസ് ടേബിൾ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അത് ഫസ്റ്റ് നോർമൽ ഫോമിലല്ലെങ്കിൽ അതിനെ ഫസ്റ്റ് നോർമൽ ഫോമിലോട്ടേക്ക് ഡീകമ്പോസ് ചെയ്താക്കാം. ദെൻ സെക്കൻഡ് റൂൾ ഈസ് all the non-prime attributes should be fully functionally depend on candidate key. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് കാൻഡിഡേറ്റ് കീ, വാട്ട് ഈസ് പ്രൈമറി കീ, വാട്ട് ഈസ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്, വാട്ട് ഈസ് പ്രൈം ആട്രിബ്യൂട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു കാൻഡിഡേറ്റ് കീ? ദാറ്റ് ഈസ് പ്രൈമറി കീ സെലക്ഷന് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അതായത് പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് പ്രൈമറി കീ ആട്രിബ്യൂട്ട്. അത് ഒരു ടേബിളിൽ ഒന്നിലധികം ഉണ്ടാവും. ഓക്കെ, അപ്പം ആ പ്രൈമറി കീ ആട്രിബ്യൂട്ട് ആവാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ടിൻ്റെ സെറ്റിനെ പറയുന്ന പേരാണ് കാൻഡിഡേറ്റ് കീ. ഓക്കെ, പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an attribute which is the part of candidate key is known as prime attribute. അതായത് ഒരു കാൻഡിഡേറ്റ് കീ സെറ്റിലുള്ള ആട്രിബ്യൂട്ട്സിനൊക്കെ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയും. ദെൻ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an attribute which is not a part of candidate key. അതായത് കാൻഡിഡേറ്റ് കീ സെറ്റിൽ ഇല്ലാത്ത ആട്രിബ്യൂട്ട്സിനെ പറയുന്ന പേരാണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. ഓക്കെ, പ്രൈം ആട്രിബ്യൂട്ട് ആൻഡ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ദെൻ എങ്ങനെ ഒരു ടേബിളിൽ കാൻഡിഡേറ്റ് കീനെ നമ്മൾ സെലക്ട് ചെയ്യാം? ഏതൊക്കെ കീസ് വെച്ചിട്ടാണ് ഒരു ടേബിളിനെ യൂണിക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മെത്തേഡ് ഈസ് നോൺ ആസ് ക്ലോഷർ മെത്തേഡ്. ഓക്കെ, ദാറ്റ് ഈസ് ക്ലോഷർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഓൾ ദ കാൻഡിഡേറ്റ് കീസ് ഇൻ എ റിലേഷനിലെ എല്ലാ കാൻഡിഡേറ്റ് കീനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതിനെ കറക്റ്റായിട്ട് നോർമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു ടേബിളിലെ റിലേഷൻ മീൻസ് ടേബിൾ എല്ലാ കാൻഡിഡേറ്റ് കീനെയും കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലോഷർ മെത്തേഡ്. ക്ലോഷർ ഓഫ് ആൻ ആട്രിബ്യൂട്ട് എ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ പ്ലസ്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം എ ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് പറയണമെങ്കിൽ എന്താണ്? ബാക്കി റിമൈനിങ് എല്ലാ ആട്രിബ്യൂട്ട്സിനും അത് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ അതിനെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുള്ളൂ. ഈ ക്ലോഷർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ആ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഏതൊക്കെ ആട്രിബ്യൂട്ടിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ്. ദാറ്റ് ഈസ് എ പ്ലസ് കണ്ടെയ്ൻ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഡിറ്റർമൈൻഡ് ബൈ എ. എ ഡിറ്റർമൈൻ ചെയ്യുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ക്ലോഷർ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ആ ടേബിൾ എല്ലാ ആട്രിബ്യൂട്ടിനെയും ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ കാൻഡിഡേറ്റ് കീ. ഒരു എക്സാമ്പിൾ, RABCD. ഹിയർ ആർ ഈസ് ദ റിലേഷൻ ഓർ ടേബിൾ. അതിൻ്റെ അകത്തുള്ള ആട്രിബ്യൂട്ടാണ് ABCD. ഓക്കെ, നമുക്ക് കുറച്ച് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും തന്നിട്ടുണ്ട്. A ഡിറ്റർമൈൻസ് B ഡിറ്റർമൈൻസ് C ഡിറ്റർമൈൻസ് D. നമ്മളിപ്പം ഫസ്റ്റ് നമ്മളിപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് ഇതിൽ ABCD എ കാൻഡിഡേറ്റ് കീ ആണോ, B കാൻഡിഡേറ്റ് കീ ആണോ, C കാൻഡിഡേറ്റ് കീ ആണോ, D കാൻഡിഡേറ്റ് കീ ആണോ, ഈ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ A പ്ലസ് കാണും, ദെൻ B പ്ലസ്, ദെൻ C പ്ലസ്, ദെൻ D പ്ലസ്. ഓക്കെ, ഫസ്റ്റ് A പ്ലസ്. ഓക്കെ, A പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. A ഡിറ്റർമൈൻസ് B. ഓക്കെ, അപ്പം A ഡയറക്റ്റ്ലി ബീനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ B ഡിറ്റർമൈൻസ് C. ട്രാൻസിറ്റിവിറ്റി റൂൾ. എന്തായിരുന്നു ട്രാൻസിറ്റീവ് റൂൾ? ഇഫ് X gives Y, Y gives Z, then S gives Z. That is, A gives B, B gives C, then we can determine A gives C. So നമുക്ക് എഴുതാം, ആദ്യം ബീനെ ഡിറ്റർമൈൻ ചെയ്തു ബൈ യൂസിങ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എ ക്യാൻ ഡിറ്റർമൈൻ സി ഓൾസോ. അപ്പോൾ നമ്മൾ സിയും കൂടെ ആഡ് ചെയ്തു. ദെൻ സിമിലർലി സി ഗിവ്സ് ഡി. ഓക്കെ,
That is A gives C, C gives D, then A can determine D. So നമ്മൾ ഡിയും എഴുതി ട്രാൻസിറ്റിവിറ്റി. Then A gives A, that is reflexivity property, that is A SID gives SID. So A can determine A also by using the reflexive property. Okay, then B plus. So ഈ കേസിലാണെങ്കിൽ A can determine all the attributes A, B, C, D. So we can select A as a candidate key. Okay, then നമുക്ക് ബിയും കാൻഡിഡേറ്റ് കീ ആണോ നോക്കാം. So first B plus കാണാം. B gives C. Okay, so നമ്മളവിടെ B reflexivity property ആണ് B എഴുതി, then B gives C ആകുമ്പോൾ C എഴുതി, then C gives D. Okay, so ഡിയും എഴുതി. then D gives എനെ ഡിറ്റർമൈൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ബിയുടെ ക്ലോഷർ സെറ്റ് എന്ന് പറഞ്ഞാൽ ബി സി ഡി. ഇതിൻ്റെ അകത്ത് 3 ആട്രിബ്യൂട്ടേ ഉള്ളൂ, നാലാമതൊരു എ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഇതിൽ സെറ്റല്ല. സോ നമുക്ക് ബീനെ കാൻഡിഡേറ്റ് കീ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, സെലക്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ സി കാൻഡിഡേറ്റ് കീ ആണെന്ന് നോക്കാം. സി റിഫ്ലെക്സിവിറ്റി പ്രോപ്പർട്ടി കാരണം സി തന്നെ. ദെൻ സി ഗിവ്സ് ഡി. സി ഗിവ്സ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതിൻ്റെ അകത്തുള്ള ക്ലോസർ സെറ്റിൽ ഓൺലി സി ഡിയും മാത്രമേ, എയും ബിയും ഇല്ല. സിമിലർലി ഡി പ്ലസ്, ഡി ഒന്നിനും ഡിറ്റർമൈൻ ചെയ്യില്ല. സോ റിഫ്ലെക്സീവ് ഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം ഓൺലി എ ക്യാൻ സെലക്ട് ആസ് കാൻഡിഡേറ്റ് കീ. ഓക്കെ, ബിയും സി ഡിയും ഒന്നും അതിനെ കാൻഡിഡേറ്റ്സ് കീ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? another example. A, B, C, D 4 attribute ഉണ്ട്. Functional dependency A gives B, B gives C, C gives D, D gives A. So first നമ്മൾ A closure കാണാം. A plus A reflexivity property, then A gives B എഴുതി, then B gives C transitive property ആണ്. A determines C, then C gives D, D so transitive property കാരണം A gives D, A, B, C, D. then B plus. B പ്ലസിൻ്റെ കേസസിലാണെങ്കിൽ ഫസ്റ്റ് B reflexive property, then B gives C, then B gives D, then another functional dependency, so B gives A, B, C, D, A. Similarly C plus ആണെങ്കിൽ reflexivity property C എഴുതി, then C gives D, D എഴുതി, then D gives A. Transitive property C gives A. Okay, then A gives B. Okay, that is C gives D, D gives A. So we selected as C gives A. Then A gives B. So C gives A. So എയും ബിയും നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. സിമിലർലി ഡി പ്ലസിൻ്റെ കേസിലാണെങ്കിൽ റിഫ്ലെക്സിവിറ്റി പ്രോപ്പർട്ടിയാണ് ഡി, ദെൻ ഡി ഗിവ്സ് എ എഴുതി, ദെൻ എ ഗിവ്സ് ബി ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഡി ഗിവ്സ് ബി, ബി എഴുതി, ദെൻ ബി ഗിവ് സി, ദാറ്റ് ഈസ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി കാരണം ഇറ്റ്സ് ഓൾസോ ഗിവ് സി. ഹിയർ all the attributes A, B, C, D are considered as candidate key. That is A ക്ക് എല്ലാ ആട്രിബ്യൂട്ടും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, B ക്ക് എല്ലാ ആട്രിബ്യൂട്ടും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, C then D എല്ലാ ആട്രിബ്യൂട്ടും ഡിറ്റർമൈൻ ചെയ്യും. സോ ഈ ഒരു എക്സാമ്പിളിൽ എയും ബിയും സിയും ഡിയും നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെലക്ട് ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യണം. ദെൻ വാട്ട് ഈസ് പ്രൈം ആട്രിബ്യൂട്ട്? പ്രൈം ആട്രിബ്യൂട്ട് എന്തായിരുന്നു? കാൻഡിഡേറ്റ് കീ സെറ്റിലുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് പ്രൈമറി ആട്രിബ്യൂട്ട്. ഈ ഒരു എക്സാമ്പിൾ എ മാത്രമാണ് കാൻഡിഡേറ്റ് കീ. സോ പ്രൈം ആട്രിബ്യൂട്ട്സിൻ്റെ സെറ്റിൽ ഓൺലി എ ആയിരിക്കും പ്രൈം ആട്രിബ്യൂട്ട്സ്. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ബി, സി, ഡി. ഈ ഒരു കേസിലാണെങ്കിലോ ഹിയർ ഓൾ ആർ പ്രൈം ആട്രിബ്യൂട്ട്സ്, ദാറ്റ് ഈസ് എയും ബിയും സി ഡിയും ഒക്കെ കാൻഡിഡേറ്റ് കീ ആണ്. സോ ഓൾ ആർ പ്രൈം ആട്രിബ്യൂട്ട്സ്. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഈസ് എംപ്റ്റി.